ഇതിങ്ങനെ പൊട്ടി വരുന്നവരെ നിൽക്കണം. ഇച്ചിരി ഫ്രൈ ആകണം, നന്നായിട്ടാണ്. ഡീപ് ഫ്രൈ ആണോ അല്ലേ? കാരണം നന്നായിട്ട് ഫ്രൈ ഉള്ളിൽ നന്നായിട്ട്. ഇത് പ്രത്യേകിച്ച് വേവിച്ചിട്ടുമില്ലല്ലോ. പച്ച ഇറച്ചി ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉള്ളു വേവാതിരിക്കുക. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. പിന്നെ സോയ സോസ് ഒഴിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് നിറം മാറും. ആ നിറം മാറുന്നത് അതുകൊണ്ട് നിർത്തിക്കളയരുത്, നന്നായിട്ട് മൂപ്പിച്ച് തന്നെ എടുക്കുക. പിന്നെ ഇനി ഗ്രേവിക്കകത്തും കിടന്ന് ബാക്കി വേവുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു 3/4 ഭാഗം വേവണം അല്ലേ? ഇത് നന്നായിട്ട് എണ്ണ വെട്ടി തിളച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് വരും അല്ലേ? ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ ചെറിയ പൊട്ടലും കീറ്റലും ഒക്കെ കേൾക്കാം നമുക്കിവിടെ. അല്ല, നല്ല ഒരു കാര്യമായിട്ട് വെള്ളം ഊറുന്നുണ്ട്. അതാ കൂടുതലിങ്ങനെ പത വരുന്നത്. ഇതൊരു എനിക്കൊന്നൊരു 10 മിനിറ്റോളം ഇങ്ങനെ വേവണം അല്ലേ? എന്നിട്ട് മൂത്ത് വരാൻ മറിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, 2 വശം ഒരേപോലെ കിട്ടാനായിട്ട്. അപ്പം നമ്മൾ ഡ്രാഗൺ ചിക്കൻ്റെ പരുവം നല്ലതായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞു. ഇതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ശരിക്കും കരിഞ്ഞു പോയതല്ല, സോയ സോസ് ഒഴിച്ചുകൊണ്ടാണ് ഈ നിറം ഇത്രയും ഡീപ്പർ ബ്രൗൺ ആയിട്ട് ഇരിക്കുന്നത്. കുറച്ച് എണ്ണ മാറ്റാം, കുറച്ച് മതി. സവാള ഇടാം. ഇത് 3 സവാള മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം, എന്നിട്ട് പെട്ടെന്ന് വഴഞ്ഞു. നമ്മൾ ചിക്കനിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റാനും ബാക്കി മസാലയ്ക്ക് ആവശ്യമുള്ള ചിക്കൻ ഉപ്പാണ് ഇട്ടത്. ഇപ്പം അതുകൊണ്ട് നന്നായിട്ട് വഴന്ന് വരണം. ഈ ഡിഷ് എവിടെ നിന്ന് കിട്ടിയേ? ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അജിതയ്ക്ക് എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. ഇതെവിടെ നിന്ന് കിട്ടിയേ? ഇതും ചേച്ചിയുടെ വകയാണ്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മുളക് പൊടി ചേർക്കാം.
ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ കൂടി ഇടാം. പാത്രം വെച്ചെല്ലാം പിച്ചില്ല അല്ലേ? ഇനി ഇതൊരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം. ഈ സവാള എല്ലാം നല്ലതായിട്ട് വെന്ത് വരും.